ഇന്ന് പറമ്പിലൊരു മത്തങ്ങ വെറുതെ ഒരു തൈ നട്ടിട്ട് വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ഒരു പ്രാവശ്യം ഇത്തിരി വളം വെച്ചേ. ആ പോത്തിൻ്റെ ഉണക്കച്ചാണകം കുറച്ച് വാരി അതിൻ്റെ കടക്കിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും നോക്കിയൊന്നുമില്ല. അതായിരുന്നു ഒരു രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടാ. ഇതിപ്പോൾ ഒരെണ്ണം ഒരുവിധം മൂത്തതാണ് കേട്ടാ. വേറെ ഒരെണ്ണം കൂടി അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതായി വരണുള്ളൂ. മത്തങ്ങ പയറും ഉണക്കച്ചെമ്മീൻ വറുത്ത് പൊടിച്ച് തൂവിയതും കൂടിയുള്ള മത്തങ്ങ എരിശ്ശേരിയാണ് ഞാൻ വെക്കാൻ പോകണം. മത്തങ്ങ പയർ എരിശ്ശേരി. അത് വെള്ളപ്പയർ വെള്ളത്തിൽ തലേദിവസം ഇട്ടിട്ട് അടപ്പത്തിട്ടാണ്ട് ഇതൊക്കെ വേവിക്കണത്. പയർ വേവിക്കാൻ വെച്ച് കഴിയുമ്പോൾ മത്തങ്ങ അരിയാൻ നിൽക്കണം. അധികം മൂത്തിട്ടില്ല, നല്ല പാകത്തിനുള്ള മത്തങ്ങ ഉണ്ടാവും. ഇതിൻ്റെ പകുതി എടുത്തുള്ളൂ ഞാൻ. പകുതി വേറൊരു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ചേട്ടന് കൊടുത്ത്. ഞങ്ങളുടെ അവിടെയൊക്കെ പച്ചക്കറി എന്ത് വെക്കണമെങ്കിലും അതിനകത്ത് കുറച്ച് ചെമ്മീനിടും. അപ്പോൾ മത്തങ്ങ പയറായാലും അതിനകത്ത് ഉണക്കച്ചെമ്മീൻ പൊടിച്ച് തൂവി എടുക്കാറുണ്ട്. പിന്നെ പച്ചച്ചെമ്മീനും മത്തങ്ങയും കൂടി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അച്ചിങ്ങയിൽ ചെമ്മീനിടും, ചീരയിൽ ചെമ്മീനിടും. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇവിടെ പറയണത് പച്ചക്കറി ആണെങ്കിൽ അത് പച്ചക്കറി മാത്രമായിരിക്കണമെന്ന്. അപ്പം ഞാൻ അത് ശീലിച്ചാക്കണ കാരണം ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഞാൻ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. പയർ വെന്ത് പൊട്ടിക്കഴിയുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് ഉപ്പൊക്കെ ഇട്ട് മത്തങ്ങ ഇടുക, വേപ്പല, കുറച്ചും കൂടി ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, അതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കാം. വെന്ത് വരുമ്പോഴേക്കും തേങ്ങ അരച്ച് ശരിയാക്കണം. അതിനകത്തേക്ക് പച്ചമുളക്, വേപ്പല, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ വറുത്ത് തലയൊക്കെ കളഞ്ഞ് വെച്ചാണ് കേട്ടോ. ഇത് കല്ലൊക്കെ നേരത്തെ കഴുകി ഉണക്കിയിട്ടുണ്ടായിരുന്നു. അത് കല്ലുമിട്ട് പൊടിച്ചത് മാറ്റി വെക്കാം. എന്നിട്ട് അതുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് തേങ്ങയും ഇതെല്ലാം കൂടി ഒതുക്കി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ശരിക്കും ഉടയണ്ട കേട്ടോ. അതിന് മുമ്പ് തന്നെ അത് എടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലൊക്കെ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനകത്തേക്ക് ഇത്ര സാധനങ്ങൾ, ചുവന്നുള്ളി വേണ്ട കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. കടുക് ശേഷം ഉണക്കമുളക്, വേപ്പല, ചുവന്നുള്ളി, ഇതെല്ലാം കൂടി ശരിക്കും മുരിഞ്ഞ് വാസന വരുന്ന സമയത്ത് ഈ അരച്ച് വെച്ചേക്കണം തേങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ ഒന്ന് വാട്ടാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചേക്കണം പയറും മത്തങ്ങയും കൂടി ഈ പാത്രത്തിലേക്ക് തന്നെ എടുത്ത് ഒഴിക്കാം. പിന്നെ മത്തങ്ങ പയറൊക്കെ വെക്കുമ്പോൾ ആൾക്കാർ തേങ്ങ വറുത്ത് തൂവണമാണ്. ഞങ്ങൾ ചക്കക്കറിയിലാണ് തേങ്ങ വറുത്തിടുന്നത് ലാസ്റ്റ്. ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടാ. ഇത് എനിക്ക് മാത്രമുള്ളതിലാണ് ഞാൻ ചെമ്മീപ്പൊടി ഇട്ടത്. ടേസ്റ്റാണ്. ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
തങ്ങപ്പയർ എരിശ്ശേരി. ഇതൊക്കെ കുറച്ച് വെക്കുള്ളൂ, ആളില്ല അതൊന്നും കൂട്ടാനായിട്ട്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഇത് കഴിക്കണത്. ഈ പൊടി അങ്ങോട്ട് തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എരിശ്ശേരിക്ക്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ.